ചിത്രങ്ങളുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ എന്നാണ്. ചിത്രങ്ങൾ, വസ്ത്രത്തിനുള്ള ചിത്രങ്ങൾ, ജീവിയുടെ ചിത്രങ്ങൾ, അല്ലാത്ത ചിത്രങ്ങൾക്കുള്ള ആ വസ്ത്രം ധരിക്കാൻ പറ്റുമോ, അത് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ, അതാണ് ഇനിയുള്ള മസാല. അപ്പം അവിടുത്തെ മറക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ വസ്ത്രം എടുത്ത് നിസ്കരിച്ചു, ഇങ്ങനെ അവിടുത്തെ മറട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഇപ്പം സാധാരണ ഈ കളിക്കാരുടെ ഫോട്ടോ ഉള്ള പിന്നെ കുപ്പായ ഇടുമല്ലോ, അപ്പം അതൊക്കെ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? യഹ്റുമു അലൽ ദുകൂരി വൽ ഇനാസ് ലബ്സു മാ ഫീഹി സൂറത്തു ശൈഇൻ ഫീഹി റൂഹുൻ ഫി സ്വലാത്തി വഗൈരിഹാ. യഹ്റുമു അലൽ ദുകൂരി വൽ ഇനാസ്, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഹറാമാണ് ലബ്സു മാ ഫീഹി സൂറത്തു ശൈഇൻ ഫീഹി റൂഹുൻ, ജീവനുള്ള വല്ലതിൻ്റെയും ചിത്രമുള്ളത് ധരിക്കൽ ഹറാമാണ്. ഫി സ്വലാത്തി വഗൈരിഹാ, നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണ്. ഇപ്പം ജീവികളുടെ ഫോട്ടോയുള്ള, ജീവികളുടെ ചിത്രമുള്ള വസ്ത്രം ധരിക്കൽ ഹറാമാകുന്നു. ലിന്നഹി അനി തസ്വീരി ഫി അഹദീസ കസീറ, ധാരാളം ഹദീസുകളിൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട വിലക്ക് വന്നിട്ടുണ്ട്. അതാണതിന് തെളിവ്. അതുകൊണ്ട് അത്തരം മൃഗങ്ങളുടെ ഫോട്ടോ, മനുഷ്യന്മാരുടെ ഫോട്ടോ, ജീവനുള്ളവരുടെ ഫോട്ടോ അതൊക്കെ ധരിക്കൽ അത് സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ പാടില്ല. ധാരാളം ഹദീസുകൾ അവിഷയമായി വന്നിട്ടുണ്ട്. മിൻഹ, ആ ഹദീസുകളിൽ പെട്ടതാണ്. ഒരുപാട് ഹദീസുണ്ട്, ചിലത് മാത്രം എടുത്തു കൊടുക്കുന്നു. മറവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ നദർ ഇബ്നു അനസ് ഇബ്നു മാലിക് ഖാൽ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. നദർ ഇബ്നു അനസ് ഇബ്നു മാലിക് പറയുന്നു, ഖാല കുന്തു ഇൻദ ഇബ്നു അബ്ബാസിൻ, ഞാൻ ഇബ്നു അബ്ബാസിന്റെ അടുത്തായിരുന്നു. വഹും യസ്അലൂനഹു, അവർ ഇബ്നു അബ്ബാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിന്റെ സമീപത്തുണ്ട്. അനസ് അള്ളാഹിന്റെ മകനാണ് നദർ ഇബ്നു അനസ്, സ്വഹാബി അല്ല, താബിഈയാണ്. അദ്ദേഹം പറയാണ്, അവർ ഇബ്നു അബ്ബാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിന്റെ സമീപത്ത് ഉണ്ട്. വലാ യദ്കുർ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബിയെ പരാമർശിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഇങ്ങനെ നൽകുന്നുണ്ട്. ആ മറുപടിയിലൊന്നും നബി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ നബീനെ ഉദ്ധരിച്ചുകൊണ്ടോ ഇബ്നു അബ്ബാസ് അവിടെ പറയുന്നില്ല. ഹത്താ സുഇല, അങ്ങനെ അവസാനം ഈ ചിത്രങ്ങളെപ്പറ്റി ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പം അദ്ദേഹം പറഞ്ഞു, സമയത്തു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്ത്? മൻ സവ്വറ സൂറത്തൻ ഫിദ്ദുനിയ, ദുനിയാവിൽ ആരെങ്കിലും ഒരു ചിത്രമുണ്ടാക്കിയാൽ കുല്ലിഫ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അവൻ കീർത്തിക്കപ്പെടും. അയ്യംഫുഖ ഫീഹ റൂഹ, അതിൽ ജീവൻ ഊതാൻ വേണ്ടി അവൻ നിർബന്ധിക്കപ്പെടും. വലൈസ ബിനാഫിഖിൻ, അവനാവട്ടെ ജീവൻ ഊതാൻ കഴിയുകയുമില്ല എന്ന ഹദീസ്. വമാ റവാഹുൽ ബുഖാരി മുസ്ലിം അൻ ആയിഷത ഖാലത്ത്, മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖാലത്ത്, അവർ പറഞ്ഞു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. വഅന മുതസത്തിറത്തുൻ ബിഖിറാമിൻ ഫീഹി സൂറത്തുൻ, ഞാനൊരു വിരിപ്പ് കൊണ്ടിങ്ങനെ മറച്ചിട്ടുണ്ട്. ആ വിരിപ്പിലാവട്ടെ രൂപങ്ങളുണ്ട്, ചിത്രങ്ങളുള്ള ഒരു വിരിപ്പ്. ആ വിരിപ്പ് ഇങ്ങനെ റൂമിനെ മറയായി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് നബി തങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഫതലവ്വന വജ്ഹുഹു, നബിയുടെ മുഖത്തിന് നിറം മാറ്റമുണ്ടായി. തലവ്വന, ലൗന് മാറി, നബിയുടെ മുഖത്തിന് ഭാവമാറ്റം, നിറം മാറ്റമുണ്ടായി. സുമ്മ തനാവല സിത്ര ഫഹതകഹു, നബി തങ്ങൾ ആ വിരിപ്പെടുത്തിട്ട് അതങ്ങ് ഹത്തക്കാലം ശരിക്കും നശിപ്പിച്ചതാണ്, അതിനെ പിച്ചി ചീന്തിയനർത്ഥം. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുശ്ബിഹൂന ബിഖൽഖില്ലാഹ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടുന്നവരാകുന്നു. അള്ളാഹ് പടച്ചതിനോട് തുല്യപ്പെട്ടുകൊണ്ട് അതേപോലെ വലിച്ചുണ്ടാക്കുന്ന ആളുകൾ അവരാണ് നാളെ അന്ത്യനാളിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഹദീസുകൾ, ധാരാളം ഹദീസുണ്ട് എന്ന് പറഞ്ഞതിൽ പെട്ട രണ്ട് ഹദീസുകളാണ്. ഇനിയും ഒരുപാട് ഹദീസ് ഈ വിഷയമായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഹദീസ് എല്ലാം തെളിവായി സ്വീകരിച്ചുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ധരിക്കാവതല്ല. വലികൗനി തസ്വീരി മിൻ കബാഇരി ദുനൂബ്, മാത്രവുമല്ല ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽ പെട്ടതുമാണ്. ബൽ മിൻ അശദ്ദിഹാ ഹുർമതൻ ബഅദ ശിർകി വൽ കുഫർ, ഷിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും കഠിനമായ ഹറാമായതിൽ പെട്ടതാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നത്. ഫഇന്ന നഹ്യ അൻഹു യൂജിബു ഇത്ലാഫ സൂറ, ആ വിലക്ക്, ചിത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ ആ നഹി, ആ വിരോധം അത്തരം ചിത്രങ്ങൾ നശിപ്പിക്കണമെന്ന് കൂടി നിർബന്ധമാക്കുന്നുണ്ട്. വയഹ്റമു ഇസ്തിഅമാലുഹാ, അത്
ഉപയോഗിക്കലാവട്ടെ ഹറാമാണ് താനും. അപ്പോൾ അവിടെ രണ്ട് വിഷയം, ഒന്ന് ചിത്രം വരയ്ക്കൽ, മറ്റൊന്ന് വരച്ച ചിത്രം ഉപയോഗിക്കൽ. ഇവിടെ ഇപ്പോൾ ആയിഷ ബീവി ചിത്രം വരച്ചിട്ടില്ല, ഒരു മറ ഇവിടെ മറച്ചതാണ്. അവർ വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം വരയ്ക്കൽ ഒന്ന്, വരച്ചതിന് ഉപയോഗിക്കൽ മറ്റൊന്ന്, രണ്ടും പാടില്ല എന്നാണ് ഇവിടുന്ന് മനസ്സിലായത്. എന്നാൽ വൈദാക്കാനത്തെ സൂറത്തു മൻകൂശതൻ ഔ മുജസ്സമതൻ ഫതഹരീമുഹ അശദ്. എന്നാൽ ആ ചിത്രം കൊത്തിയുണ്ടാക്കപ്പെട്ടതാണെങ്കിൽ, ഔ മുജസ്സമതൻ അല്ലെങ്കിൽ ശരീരമായിട്ടുള്ളതാണ് എങ്കിൽ ഫതഹരീമുഹ അശദ്ദു, അതിന് ഹറാമിയത്ത് കുറച്ചുകൂടെ കഠിനമായി മാറും. വഖൽ ഹുക്കിയ ഇജ്മാഉ അഹ്ലിൽ ഇൽമി അലാ തഹരീമിൽ മുജസ്സം. ജിസ്മുള്ള രൂപമുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക, ഒരു പ്രതിമ പോലെ ഉണ്ടാക്കുന്നത് ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാ വരെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് തലത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ജീവികളുടെ രൂപങ്ങൾ കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ട് ഇരുമ്പ് കൊണ്ട് പിന്നെ കല്ലുകൾ കൊണ്ടൊക്കെ പ്രതിമകളെപ്പോലെ രൂപങ്ങളായി തന്നെ കൊത്തിയുണ്ടാക്കി എന്നും നിലനിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ തൽക്കാലം ഉപയോഗിക്കാത്തതല്ല, അതിങ്ങനെ എന്നും അതേപടി നിലനിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ കല്ലിൽ കൊത്തിയുണ്ടാക്കുക, മഴത്തിൽ കൊത്തിയുണ്ടാക്കുക, ഇനി തുണിയിലാണെങ്കിലും ആ നിലയ്ക്ക് പ്രത്യേകമായ ചില പിന്നെ കേവലം പെയിൻറ്റിങ് അല്ലാതെ അതിൽ തന്നെ ചില എടുത്തു കാണിക്കുന്ന ചിത്രങ്ങളെപ്പോലെയൊക്കെയുള്ള രൂപത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുക. ഈ വക അത് പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് നിഴലുണ്ടാവുക നിഴലില്ലാതിരിക്കാന്ന് ഒരു ഖിലാഫ് പറഞ്ഞവരുണ്ട്. ചിലർ ആ ഖിലാഫും പരിഗണനീയമല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ആ ചിത്രത്തിന് നിഴലുണ്ടാവോ ഇല്ലേ? ഇപ്പോൾ സാധാരണ നമ്മളെ ഫോട്ടോ അത് നിഴലില്ലല്ലോ. ഇപ്പോൾ നമ്മളെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോക്ക് നിഴലില്ല, അല്ലാത്തൊക്കെ അതിനുണ്ട്. അപ്പം നിഴലില്ലെങ്കിൽ ഇളവുണ്ടോ എന്ന ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ആധുനിക കാലത്തൊക്കെ അനുവാദമുണ്ട് എന്ന് പറഞ്ഞവർ ഈ ഫോട്ടോകൾക്ക്, ഫോട്ടോഗ്രാഫി ക്യാമറ കൊണ്ടൊക്കെയുള്ള ഫോട്ടോകൾക്ക് ഇന്നത്തെ ചില പണ്ഡിതന്മാരൊക്കെ ഇളവ് നൽകിയത് കാണാൻ പറ്റും. അത് ഈ ഒരു തലത്തിലാണ്. നിഴലില്ല എന്നതുകൊണ്ട് അവർ മറ്റേ ഗൗരവം ഇതിനില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം മൂന്ന് രൂപത്തിലാണ്. ഒന്ന് നിഴലുണ്ട്, ജീവനുണ്ട്, അത് സ്ഥിരം പ്രതിമയെപ്പോലെ കുത്തിയുണ്ടാക്കി വെക്കപ്പെട്ടതാണ് എങ്കിൽ അത് പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇജ്മാ വരെ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഒരു മനുഷ്യ പ്രതിമ, മൃഗത്തിൻ്റെ പ്രതിമ, അത് ഒരു കല്ലുകൊണ്ട് നല്ല പ്രതിമയാക്കി ഉണ്ടാക്കി, അതിൽ നല്ല മരത്തിൽ ഇങ്ങനെ കൊത്തി ഒരു പ്രതിമയെ പോലെ ഉണ്ടാക്കി വെച്ചു, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി, ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള തരത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഏതായിരുന്നാലും പാടില്ല. രണ്ട്, ജീവനില്ലാത്തതിൻ്റെതാണെങ്കിൽ മരങ്ങൾ, അതേപോലെ സൂര്യനെ ചന്ദ്രൻ തുടങ്ങിയ ജീവനൊന്നുമില്ലാത്ത വസ്തുക്കളുടേതാണ് എങ്കിൽ അതിൽ ഹറാമില്ല. അത് ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട. ഇത് രണ്ടും വ്യക്തമാണ്. ഒന്ന് ജീവനുണ്ട്, നിഴലുമുണ്ട്, അത്തരം പ്രതിമകളെപ്പോലെയുള്ള ചിത്രങ്ങൾ, പ്രതിമകൾ, രൂപങ്ങൾ അത് ഏതായിരുന്നാലും അത് കഠിനമായ ഹറാമാണ്. രണ്ട്, ജീവനില്ലാത്തവയുടെ കേവലമായ ചിത്രങ്ങൾ വരക്കലൊക്കെ അത് ഏതായാലും അനുവദനീയമായ കാര്യവുമാണ്. ഇത് രണ്ടിനും ഇടയിലുള്ളത് ജീവനുണ്ട് എന്നൊരു പ്രതിമയല്ല എങ്കിൽ അതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അത് എല്ലാം ഒരേ രൂപത്തിലാവില്ല. അതിൽ തന്നെ സ്ഥായിയായി നിൽക്കുന്നതാണെങ്കിൽ പാടില്ല. അതിനാണ് വലിയ കട്ടൗട്ടുകൾ അങ്ങനെ ചിലപ്പോൾ വരച്ചതിനായിരിക്കും, ചിലപ്പോൾ അതിന് നേരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഫ്ലക്സ് പ്രിന്റിംഗ് ആണ്, പക്ഷെ കട്ടൗട്ടായിട്ട് ഇങ്ങനെ സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥിരമായി ഫ്രെയിം ചെയ്ത് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ, അതൊന്നും ഏതായിരുന്നാലും പാടില്ല. എന്നാൽ താൽക്കാലികമായി ഉപയോഗിക്കുന്നതും ആദരിക്കപ്പെടാത്തതും അതൊരു പക്ഷേ പിന്നെ അനാദരിക്കപ്പെടുന്നതും ആ നിലയ്ക്ക് അതിനെ പിന്നെ അവഗണിച്ചുകൊണ്ടൊക്കെയാണെങ്കിൽ അതിൽ ഇളവുണ്ടോ ഇല്ലേ എന്ന ഒരു വീക്ഷണ വ്യത്യാസം മാത്രമാണ് പണ്ഡിതന്മാർക്ക്. ഇപ്പോൾ പത്രത്തിൽ വരുന്ന ഫോട്ടോകൾ പത്രത്തിൽ വന്നു, സാധാരണഗതിയിൽ അതിപ്പോൾ അന്നത്തെ പത്രം അന്ന് ഉച്ചയാകുമ്പോഴേക്കാൻ അതിന് ടൈമേഷൻ കഴിഞ്ഞു. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊതിയാനോ അല്ലെങ്കിൽ തൽക്കാലം അവിടെ തുറക്കാനോ ഒക്കെ ഉപയോഗിക്കും. അതിന് ഫോട്ടോ നോക്കുമ്പോൾ അങ്ങനെ എടുത്തു വെക്കലില്ല. അത് മേശം ചായ പോയാൽ ആ പത്രം തുറക്കും, അല്ലെങ്കിൽ കുട്ടികളെ പുസ്തകം പുതിയ ഉപയോഗിക്കും. ഇങ്ങനെ അതിന് പരിഗണിക്കപ്പെട്ടുകൊണ്ട് എവിടെയും എടുത്തു വെക്കലില്ല. കുട്ടികളെ പാഠപുസ്തകത്തിലുള്ള ചിത്രങ്ങൾ ഇതിലൊക്കെ ആ നിലക്ക് ഒരു പൊതുവെ ഒരു പരിഗണിക്കപ്പെടാത്ത, അതിൽ അവഗണിച്ച് തള്ളുന്ന രൂപത്തിലുള്ളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ ഈ കളിക്കുപയോഗിക്കുന്ന പല ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, ഈ വരക്കാനുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചില ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, കളർ കൊടുക്കാൻ, വരക്കാൻ, അതൊക്കെ അത് വരച്ചു കഴിഞ്ഞാൽ ചീനി പറിച്ച് അതൊന്ന് ഒഴിവാക്കിയിടും. അതെ, ഒക്കെ നീ വരും. അപ്പം ഇങ്ങനെ ആദരിക്കപ്പെടുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ അതാരും പറ്റൂല. അതും ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റൂല, ഷോ കേസിൽ വെക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള വാപ്പാൻ്റെ ഫോട്ടോ, വല്യപ്പാൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വീട്ടിന് മുമ്പ് തന്നെ ഫ്രെയിം ചെയ്ത് വെക്കുക, അതൊന്നും ഏതായിരുന്നാലും പാടില്ല. അതൊന്നുമല്ലാതെ അനാദരിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന രൂപത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഇളവുണ്ടോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിലും ഇളവില്ല. കാരണം ഹദീസിൽ വന്ന ഈ പ്രയോഗങ്ങൾ പൊതുവായി പരിഗണിക്കുമ്പോൾ അതൊന്നും ഇളവ് പറയാൻ
ഒരു നിർവാഹമില്ല എന്നാണ് അവരതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതല്ല, ഈ ഹദീസ് വന്നൊന്നും ഇതിനെക്കുറിച്ചല്ല, അതൊക്കെ അല്ലാത്ത രൂപത്തിലുള്ള തസ്വീർ, ചിത്രപ്പണികൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ചുള്ളതാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അതിൽ അനുവാദമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് നിർവാഹമില്ലാത്തത്, അതപ്പോൾ നോട്ടുമളമൊക്കെ നിർവാഹമില്ലാത്തത് നമുക്കത് ചെയ്യാൻ കഴിയില്ല. നോട്ടും എന്തായാലും രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ ഉണ്ടാകും, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഭരണാധികാരിയുടെ ഫോട്ടോ ഉണ്ടാകും. അതുപോലെ നമുക്കത് വേണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ അടുത്തൊക്കെ അതേപോലെ പാസ്പോർട്ടിൽ ഫോട്ടോ ഉണ്ട്, ലൈസൻസിൽ ഫോട്ടോ ഉണ്ട്, ഐഡൻറ്റിറ്റി കാർഡിൽ ഫോട്ടോ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ ഐഡൻറ്റി കാർഡിൽ ഞാൻ ഫോട്ടോ വെക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതും രാജ്യത്തെ നിയമങ്ങളാണ്. അത്തരം ഘട്ടങ്ങളിൽ അവിടേക്ക് അവന് അതിൽ ഇളവ് നൽകപ്പെടും എന്ന് അത്തരം പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കും. എന്താണെങ്കിലും ഫോട്ടോകളുടെ വിഷയത്തിൽ പൊതുവെ സൂക്ഷ്മത എന്നുള്ളത് ഏറ്റവും അനിവാര്യം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാൽ പോലും അവിടേക്ക് സൂക്ഷ്മത, വെറുതെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കുക, അതിങ്ങനെ പ്രൊഫൈലാക്കി വെക്കുക, നമ്മൾ നടക്കുന്നത് ഇരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് ഫോട്ടോ എടുത്താൽ ഇങ്ങനെ പ്രൊഫൈലാക്കി അത് വ്യാപകമായി ഷെയർ ചെയ്ത് അത് നല്ല ശീലം ഏതായിരുന്നാലും അല്ല. ഇനിയിപ്പോൾ നെയ്തില്ല അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ രൂപമല്ല, അതൊക്കെ വന്നാൽ പോലും ഒറ്റ ക്ലിക്ക് കിട്ടുന്ന ഫോട്ടോ ആണ്. എന്നാൽ പോലും അതിങ്ങനെ വ്യാപകമായി ഉപയോഗിക്കലും യഥേഷ്ടം എടുക്കലും അതൊന്നും അത്ര നല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്നൊരു കാര്യം ഏതായിരുന്നാലും അല്ല. ഒരു സൂക്ഷ്മത അവിടേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ ഇത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ അത് ഏതായിരുന്നാലും പറ്റൂല. നിസ്കാരത്തിലോ അല്ലാത്തപ്പോഴാവട്ടെ അത്തരം വസ്ത്രങ്ങൾ ധരിക്കാവതല്ല. ചിത്രങ്ങളുള്ള, രൂപമുള്ള, ജീവനുള്ള വസ്തുക്കളുടെ രൂപമുള്ള വസ്ത്രങ്ങൾ, നല്ല മൃഗങ്ങളുടെ ഫോട്ടോ, പക്ഷികളുടെ ഫോട്ടോ, മനുഷ്യന്മാരുടെ ഫോട്ടോ, ഇതൊക്കെയുള്ള വസ്ത്രം ധരിക്കൽ നിസ്കാരത്തിലും പറ്റൂല, അല്ലാത്തപ്പോഴും പറ്റുകയില്ല. അതെ, അതും ഇപ്പം ധാരാളം ഹദീസ് ഉണ്ടെന്നാൽ അതിൽപ്പെട്ട ഹദീസാണതൊക്കെ. ഫോട്ടോ ഉള്ള വീട്ടിൽ മലക്കൾ പ്രവേശിക്കുകയില്ല. അതായത് റഹ്മത്തിൻ്റെ മലക്കളാണ് ഉദ്ദേശം. അവിടെ വെച്ചാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഫോട്ടോ എടുക്കുന്നതൊന്ന്, എടുത്ത ഫോട്ടോ ഉപയോഗിക്കുന്ന മറ്റൊന്ന്. അപ്പോൾ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചാണോ പറ്റില്ല. അപ്പോൾ പേപ്പർ നല്ലൊരു ഫോട്ടോ വന്നു, ഒരു പേപ്പറിൽ ഫസ്റ്റ് പേജിൽ നല്ലൊരു ഫോട്ടോ വന്നു, അത് നമ്മൾ വെട്ടിയെടുത്ത് അതിങ്ങനെ ഉഷാറാക്കി അവിടെ ഇങ്ങനെ എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിക്കൊണ്ട് വെച്ചു, അത് പറ്റില്ല. പേപ്പറിലെ ഫോട്ടോ അല്ല. അപ്പോൾ ഞാൻ എന്താ കാട്ടി വെച്ചാൽ ഈ കാട്ടിയത് പാടില്ല. എന്നാൽ പേപ്പറിൽ വന്നു ഈ പറഞ്ഞ പോലെ അത് വായിച്ചു നമ്മൾ മടക്കി വെക്കുന്നു, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പത്രം വായിച്ചു, ആ വായന കഴിഞ്ഞു, അത് മടക്കി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഷോക്കേസിൽ അവിടെ അട്ടിക്ക് വെക്കും, അല്ലെങ്കിൽ തൂക്കി വെക്കും, അല്ലെങ്കിൽ മറ്റവർക്ക് ഉപയോഗിക്കും, എങ്കിൽ അതിന് വിരോധമൊന്നും ഇല്ല. അതാണ് ഇവിടെ അവസാനം പറഞ്ഞ മങ്കൂഷ എന്നാൽ നെക്കസ്, കൊത്തി ഉണ്ടാക്കപ്പെട്ടത്, ജിസ്മുള്ളത്, ശരീരം അതായത് നേരിലുള്ള തരം ചിത്രങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഫതഹരീമുഹ അശദ്ദു, അതിന് ഹറാമ് എന്നുള്ളത് കൂടുതൽ ശക്തമായ ഹറാമാകുന്നു. അപ്പോൾ മറ്റേ ഹറാമല്ല എന്നല്ല, മറ്റേ ഹറാം തന്നെയാണ്, ഇത് കൂടുതൽ കർശനമായ ഹറാമാകുന്നു എന്നല്ല. വഖദ് ഹുകിയ ഇജ്മാഉ അഹ്ലിൽ ഇൽമി അലാ തഹ്രീമിൽ മുജസ്സം, ജിസ്മുള്ള, രൂപമുള്ള, ശരീരമുള്ള ഫോട്ടോകളാണെങ്കിൽ, ചിത്രങ്ങളാണെങ്കിൽ അത് ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാഅ് ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. താഴെ വിശദമായ ചർച്ചയിലുണ്ട്. പിന്നെ അതിൽ കളിപ്പാട്ടങ്ങൾക്ക് ഇളവുണ്ടോ എന്ന ചർച്ചയിൽ വരുന്നുണ്ട്. അത് ആയിഷ ബീവിയുടെ കളിപ്പാട്ടങ്ങളിൽ ചിറകുള്ള കുതിരയുണ്ടായിരുന്നു എന്ന സംഭവമുണ്ട്. ആയിഷ ബീവി കളിക്കോപ്പുകളിൽ ചിറകുള്ളൊരു കുതിര അവർക്ക് കോപ്പായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കളിക്കോപ്പുകൾക്ക് ഇളവുണ്ട് എന്ന് പൊതുവെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ അത് ആദരിക്കപ്പെടുന്നില്ല, ഒന്നുമില്ല. അത് കുട്ടികൾ ചവിട്ടും, അവിടെയൊക്കെ വലിച്ചെളി നിലത്തിടും, ഏത് ചളിയിലും എറിയും, ചപ്പതിന് മേലെ മൂത്രയിക്കും. അതിന് ഒരു വിലയും ഒരു ഫോട്ടോ എന്ന രൂപത്തിൽ അതിന് കൽപ്പിക്കപ്പെടുന്നില്ല. അതന്നെ കളിക്കോപ്പ് പറ്റുന്നിട്ട് ഷോക്കേസ് കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൽ കുട്ടികളെ വാങ്ങി അതിങ്ങനെ ഷോക്കേസിൽ വെക്കുക, അതേതായാലും പറ്റൂല. അല്ലാഹു അഅലം. താഴെ നമ്പർ 2 വിശദമായ ചർച്ചകളാണത്. നൈലില്ലാത്ത ചിത്രങ്ങൾ പറ്റുമെന്ന് തെളിവായി പിടിച്ചവരുണ്ട്. അതോടൊപ്പം വഹിയ മഅദാലിക മിമ്മാ യൂതഉ വയുദാസു അയുംതഹനു ബിൽ ഇസ്തിഅമാൽ. കണ്ടോ, നൈലില്ലാത്തതാകണം, അതോടൊപ്പം ചവിട്ടപ്പെടുന്നു, അതേപോലെ അത് പിന്നെ അവഗണിക്കപ്പെടുന്നു, ആ നിലക്കുകളാവുകയും വേണം. എങ്കിലാണ് ഈ പറഞ്ഞത്. വഹുവ ഖൗലു ജംഹൂരിൽ ഉലമാ മിന സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബിയും താബിഈകളും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. വഹുവ ഖൗലു സൗരി വമാലിക് വഅബി ഹനീഫ വശാഫിഈ, ഇമാം സൗരി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ അവർക്ക് അഭിപ്രായം അതാണ്. വലാ ഫർഖ ഫീ ദാലിക ബൈന മാ ലഹു ദില്ലുൻ വമാ ലാ ദില്ല ലഹു, നൈലുള്ള നൈലില്ലാത്ത എന്ന വ്യത്യാസമൊന്നും അതിലില്ല. എന്നാൽ ഫൈൻ കാന മുഅല്ലഖൻ അലാ ഹായിത്തിൻ, ഒരു ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ടതാണെങ്കിൽ, ഔ മൽബൂസൻ, അത് ധരിക്കുന്നതാണെങ്കിൽ, ഔ അമാമ, തലപ്പാവാണെങ്കിൽ, ഔ നഹ്വി ദാലിക, അതുപോലെ മിമ്മാ ലാ യുഅദ്ദു മുംതഹനൻ ഫഹുവ ഹറാം, അവഗണിക്കപ്പെടുന്നതായി കണക്കൂട്ടാൻ പറ്റാത്തത്. ഒരു നല്ല ചുമരുമ വരച്ച ചിത്രം, അത് നല്ലൊരു കട്ടൻ പണ ചിത്രം, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലുള്ള ചിത്രം,
നല്ല തൊപ്പിമ നല്ലൊരു ഒരു ഫോട്ടോ, ഇതൊക്കെ ആണെങ്കിൽ അത് ഹറാമ് തന്നെയാകുന്നു. അതേതായാലും പാടില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം പറയത്തക്കൊന്നും ഇല്ല.